പണത്തിന് വേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്നവരുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാ, രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പാതിരാത്രി കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങളോട്, പൊന്നുമോരെ, നിന്റെ വീടിനകത്തെങ്ങാണം ഈ പറയുന്ന രണ്ട് ദുശീലമുണ്ടെങ്കിൽ, ഈ പറയുന്ന രണ്ട് തെറ്റുകൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ തിരുത്തണേ ചെറുപ്പക്കാരാ. വാപ്പയോട് പറഞ്ഞു കൊടുക്കടേ പൊന്നുമോര്. എന്റെ പ്രിയമുള്ള പെങ്ങളോട്, നിന്റെ ഭർത്താവിനെങ്ങാണം ഈ സ്വഭാവമുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് തിരുത്തി കൊടുക്കടേ. നിന്റെ ഭർത്താവിന് നീ തിരുത്തി കൊടുക്കാതെ കൂടെ നിന്നാ ചെറുപ്രായത്തിലെ നീ വിധവയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മറക്കല്ലേ പെങ്ങളെ, പിഞ്ചു മക്കളെ യതീമീങ്ങളാക്കല്ലേ വാപ്പാ. ഈ രണ്ട് ദുശീലങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മാറ്റിക്കോ. അള്ളാഹുവിന്റെ പ്രവാചകരോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആയുസ് കുറച്ച് കളയുന്ന ആ രണ്ട് തെറ്റേതാ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ പൊന്നു വാപ്പാ, നീ നേരത്തെ പോകേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് തിന്നാനുള്ള യോഗം നിനക്കില്ല. അത് തിന്നാൻ എന്റെ പ്രിയമുള്ളവര് പെട്ടെന്ന് പണമുണ്ടാക്കാ പലിശ കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, മോഷണം നടത്തുന്നവരുണ്ടല്ലോ, വ്യഭിചാരശാലകൾ നടത്തുന്നവരുണ്ടല്ലോ, പിടിച്ചു പറിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, കഞ്ചാവിന്റെ പടിയാടുന്ന ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന വഴി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര്, അല്ലാഹുവേ, കൊട്ടേഷൻ എടുത്തിട്ട് നടത്തുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെ വിധവയാക്കല്ലേ പൊന്നുപോര്. നീ നിന്റെ വാപ്പ, നിന്റെ മക്കളെ നിന്നെ ഉപ്പായെന്ന് വിളിക്കുന്നത് കേട്ട് കൊതി തീർന്നില്ലല്ലോ. ആ പിഞ്ചുമോനെ ഒറ്റക്കാക്കിയിട്ട് നിനക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന്, പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എല്ലാവർക്കും പണത്തിന്റെ പുറകെ കടന്നു ഓടുകയാ. എന്റെ പ്രിയമുള്ളവര്, ഈ നാട്ടിലെ ഏതെത്ര വലിയോ പണക്കാര് ജീവിച്ചിരുന്ന നാടാ. എത്രയോ കോടീശ്വരന്മാരുണ്ടായിരുന്നു. മരിച്ചുപോയപ്പോ എന്ത് കൊണ്ടുപോയി പൊന്നുപോര്? മരിച്ചുപോയപ്പോ എന്ത് കൊണ്ടുപോയി പൊന്നുപോര്? വീട് കൊണ്ടുപോയോ, വണ്ടി കൊണ്ടുപോയോ, വാഹനം കൊണ്ടുപോയോ, ഭാര്യ മക്കളെ കൊണ്ടുപോയോ, ഒരു നല്ല വസ്ത്രമെങ്കിലും ധരിച്ചു കൊണ്ടുപോയോ പൊന്നുപോര്? ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ളത്തുടിയും കൊണ്ടാണ് നിന്റെ വാപ്പ പോയത്, നിന്റെ ഉമ്മ പോയത്, നിന്റെ കൂട്ടുകാര് പോയത്, നിന്റെ നാട്ടുകാര് പോയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടും പെങ്ങന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ റസൂല് മസ്ജിദുൻ നബവിയുടെ മുന്നിലിരിക്കുമ്പോ ഒരു സഹാബി നടന്നു വരികയാ. ഒരു സഹാബി നടന്നു വരികയാ. മഹാനായ ബിസ്ബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരികയാണ്. റസൂലുള്ളാഹി കരയാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കരയാൻ തുടങ്ങി. ബിസ്ബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? ബിസ്ബേ, നിന്റെ പഴയകാലം ഓർത്തിട്ട് കരഞ്ഞതാ ബിസ്ബേ. ആരാ ബിസ്ബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു ബിസ്ബ്. ബിസ്ബ് ധരിച്ചിരുന്നത് സ്വർണത്തിന്റെ വസ്ത്രമാണ്. ബിസ്ബ് ധരിക്കുന്നത് സ്വർണത്തിന്റെ വസ്ത്രമാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും അത് ധരിക്കാറില്ല. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ് ബിസ്ബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ധരിക്കുന്നത്. പടച്ചവര്, കുതിരയിൽ ഇങ്ങനെ പോകുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. ബിസ്ബ് എന്ന് പറയുന്ന കോടീശ്വരനായ സഹാബി പടച്ചവരെ കുതിരയുടെ മുകളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാ സുന്ദരികളായ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. ഈ ബിസ്ബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. മുസ്ലിമാവുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ബിസ്ബ് ഏറ്റവും കൂടുതൽ പേടിച്ചത് തന്റെ ഉമ്മയെ ആയിരുന്നു. ഉമ്മയെ വല്ലാത്ത പേടിയാ.
കാരണം വല്ലാതെ ദേഷ്യമുള്ള പെണ്ണോ. മിസ്ബ് റളിയല്ലാഹു തആല മുസ്ലിമായെന്ന് ആരെയും അറിയിച്ചില്ല. അവസാനം ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് തന്റെ വീട്ടിലെ വേലക്കാരൻ കാണുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കൽ പറഞ്ഞു കൊടുത്തു. പിന്നെ മിസ്ബിന്റെ കാര്യം വല്ലാത്ത അവസ്ഥയാ. വീടിനകത്ത് കെട്ടിയിട്ടിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. മിസ്ബ് റളിയല്ലാഹു തആല വരെ പട്ടിണി കിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, എത്ര തല്ലിയിട്ടും എത്ര പീഡനങ്ങൾ സഹിച്ചിട്ട് മിസ്ബ് റളിയല്ലാഹു തആല ഇസ്ലാമിൽ നിന്ന് മടങ്ങുന്നില്ല. അവസാനം തന്റെ പ്രിയപ്പെട്ട മാതാവ് വീട്ടിലെ ജോലിക്കാർ മുഴുവനും വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോ കൈക്കാലും പിടിച്ച് വലിച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുകയാണ്. ഉമ്മ പറഞ്ഞവനെ വലിച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാ. തന്റെ വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ മിസ്ബ് റളിയല്ലാഹു തആല എഴുന്നേൽക്കുകയാണ്. മിസ്ബ് റളിയല്ലാഹു തആല വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഉമ്മ വിളിക്കുന്നു, മോനെ മിസ്ബേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ, ഇവിടെ നിന്ന് നീ മുഹമ്മദിന്റെ മുന്നിലേക്ക് പോയാ, നിനക്കെന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്ബേ. എനിക്ക് കോടികളുടെ ആസ്തിയുണ്ട് മിസ്ബേ. മിസ്ബ് ചോദിക്കുന്നു, ഉമ്മ എത്രയാണ് സമ്പത്ത്? അവിടെ നിന്ന് പറയുന്നു, പൊന്നുപോരെ, ഈ മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുപോരെ. മക്ക രാജ്യത്തിന്റെ പകുതിയും മിസ്ബിന്റെ ഉമ്മയുടേതായിരുന്നു. ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ലെന്ന് പ്രിയപ്പെട്ട മാതാവ് പറയുമ്പോ മിസ്ബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ താനിട്ടിരുന്ന കമീസ് അങ്ങോട്ട് ഊരുകയാ. തന്റെ ശരീരത്ത് കിടന്ന വസ്ത്രപൂരിയിട്ട് ആ വസ്ത്രമങ്ങ് മടക്കിയിട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, ഇത് നിങ്ങളുടെ സമ്പത്താ, എനിക്കിതിനെക്കാളും വേണ്ടത് പരിശുദ്ധമായ ധീരാ. വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ മിസ്ബിന്റെ ഉമ്മ മണ്ണ് വാരിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് ശപിക്കുകയാണ്, നീ നശിച്ചു പോകട്ടെ, നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ, ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ, നീയാ മരിച്ചാ പോലും കാണാവരല്ലേ മിസ്ബ്. മിസ്ബ് റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ കരഞ്ഞത് എന്തിനെന്നറിയുമോ? സ്വർണ്ണത്തിന്റെ നൂലും ധരിച്ച് നടന്ന വസ്ത്രവും ധരിച്ച് നടന്ന മിസ്ബ് എന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ. ഒരു പുതപ്പാ ധരിച്ചിരിക്കുന്നത്, വസ്ത്രങ്ങളൊന്നുമില്ല, ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന പുതപ്പാട്. 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന പുതപ്പാട്. ഇത് കണ്ടിട്ടാ റസൂലുള്ള കരഞ്ഞത്. മിസ്ബിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്ബേ, എന്തേ മിസ്ബേ, ഇതെന്ത് കോലവാ മിസ്ബേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചിരിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഓരോ സ്ഥലം കീറുമ്പോഴും എനിക്ക് സന്തോഷമാ നബിയേ. ഈ ഇട്ടിരിക്കുന്ന ഈ പുതപ്പിന്റെ ഓരോ സ്ഥലങ്ങൾ കീറുമ്പോഴും തയ്ക്കാൻ വല്ലാത്ത സന്തോഷവാ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയുമോ? മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാരാ, സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, അവസാന ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാബത്ത് ഇങ്ങനെ മയ്യത്ത് കഫം പൊതിഞ്ഞു കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ സമയത്ത് നോക്കുമ്പോ ഒരു മയ്യത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ജനാസ എടുത്തുകൊണ്ട് ഓടി വരികയാണ്. സഹാബത്ത് മുഴുവനും കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബ, എന്തിനാ കരയുന്നത്? ആരുടെ ജനാസയാ സഹാബ? മഹാനായ മിസ്ബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയാണ്. എന്തിനാ നിങ്ങൾ കരയുന്നത്? നബിയേ, കഫം തുണി തികയുന്നില്ല നബിയേ, മയ്യത്ത് പൊതിയാ തുണിയില്ല നബിയേ, തല മറയ്ക്കുമ്പോ കാല് രണ്ടും വെളിയിലാവുകയാ, കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ. അവസാനം റസൂലുള്ള പറഞ്ഞു, തലമറച്ചിട്ട് കഫം പൊതി സഹാബ, തലമറച്ചിട്ട് കഫം പൊതി സഹാബ. തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു. 2 കാലും വെളിയിൽ കിടക്കുകയാണ്, 2 കാലും വെളിയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പുല്ല് പറിച്ചു കൊണ്ടുവാ സഹാബ, പുല്ല് പറിച്ചു കൊണ്ടുവാ സഹാബ.
സഹാബത്ത് പോയി പുല്ല് പറിച്ചു കൊണ്ടുവന്നു കാലിൽ വെച്ച് കെട്ടി നമസ്കാരം കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോയി 6 അടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരുന്ന കയറങ്ങടിഞ്ഞിട്ട് ആ കെട്ടടിഞ്ഞിട്ട് പുല്ല് താഴെ വീണുപോയി. 2 കാലും ഇങ്ങനെ വെളിയിൽ കാടുകയാണ്. മയ്യത്ത് കയ്യിൽ വെച്ചിട്ട് സഹാബത്ത് കരയുകയാ. എല്ലാരും ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. റസൂലുള്ളാഹിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരൊലിപ്പിച്ചിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുവോ? വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരിച്ചാൽ ഇവരെ പോലെ മരിക്കണം. എല്ലാം പടച്ചവന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് ആ സ്വർഗം കണ്ടിട്ടാണ് ബിസബ് മരിച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പണത്തിന്റെ പുറകെ പോടല്ലേ, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കല്ലേ, നിന്റെ ആയുസ്സത് കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉംറയ്ക്ക് പോയപ്പോ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ ഉംറയ്ക്ക് പോയപ്പോ 265 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ. എന്റെ പ്രിയമുള്ളവരെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ലഗേജുകൾ മുഴുവനും വണ്ടി കയറ്റി വെച്ചു. പക്ഷേ മദീനത്ത് ചെന്നപ്പോ എല്ലാവരുടെ ലഗേജും കിട്ടി. 2 പെണ്ണുങ്ങളുടെ ലഗേജ് എവിടെ പോയെന്നറിയില്ല. 2 സഹോദരിമാരുടെ ലഗേജ്. എല്ലാവരും മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കാണാൻ പോകാൻ എല്ലാവരും നല്ല വസ്ത്രം ധരിക്കുക. ഈ പാപങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ജോഡി വസ്ത്രം പോലും ഇല്ല. എവിടെ പോയെന്നറിയില്ല. എത്ര തെരഞ്ഞിട്ടും കിട്ടണില്ല. ഒരു ദിവസം തെരഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് ഇവരൊക്കെ വൈലന്റ് ആവാൻ തുടങ്ങി. ആ ഫ്ലാറ്റ് മുഴുവനും അഴിച്ചു പറക്കി. വന്ന ബസ്സിൽ വിളിച്ച് എല്ലായിടത്തും തിരിഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. 2 പേരും പെണ്ണുങ്ങളാണ്. ആകെ വിഷമത്തിലായി. അങ്ങനെ 3-ാമത്തെ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു സഹാബത്ത് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായവരെ സിയാറത്തിന് പോയി. അവിടെ പോയി സിയാറത്ത് ചെയ്തപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ കഫൻ തുണി പോലും തികയാതെ മയ്യത്തടക്കിയ സഹാബിയല്ലേ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ദുആ ചെയ്തു, പടച്ചവനെ അല്ലാ, ഞങ്ങളുടെ കൂടെ വന്ന 2 സഹോദരിമാരുടെ ലഗേജ് പോയി റബ്ബേ, അവർക്ക് ഇടാൻ വസ്ത്രം പോലും ഇല്ല അല്ലാ. ഇന്ന് മഗ്രിബിന് മുമ്പ് പടച്ചവനെ നീ അതൊരു ഖൈറായ തീരുമാനം. അവിടെ നിന്ന് ദുആ ചെയ്തു. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആ ലഗേജ് ബസ്സിനകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ഫോൺ കോൾ വന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം മിസ്അബ് എന്ന ചെറുപ്പക്കാരൻ, ഞാനത് പറഞ്ഞു, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വസ്ത്രം ഇല്ലായിരുന്നു, കഫൻ തുണി. അപ്പൊ ഏറ്റവും നല്ല സ്ഥലം അതാ, അവിടെ തന്നെ. അപ്പൊ പെണ്ണുങ്ങൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചു, സ്വർഗം കിട്ടാൻ പോലും ദുആ ചെയ്തില്ലല്ലോ, തുണി കിട്ടാൻ വേണ്ടിയാണല്ലോ ദുആ ചെയ്തതെന്ന് കളിയാക്കണ രീതിയിൽ. ഇതെന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പണം വാരിക്കൂട്ടാൻ ഓടണ്ട, നിന്റെ ആയുസ് കുറച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. 2 വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സമ്പത്തിന്റെ നെട്ടോട്ടം ഓടണ്ട, സമ്പത്താണ് വലുതെന്ന് കരുതിയിട്ട് ഓടണ്ട. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം രോഗം പിടിച്ചിട്ട് കിടക്ക. പെട്ടെന്ന് ബോധം തിരിച്ചു വന്നു. ആയിഷ ആയിഷ എന്ന് കിടന്ന് വിളിക്കുക അള്ളാന്റെ റസൂല്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ പെട്ടെന്ന് ഇന്ന സ്ഥലത്തൊരു 6 ദിർഹം ഇരിക്കുന്ന എടുപ്പെടുത്തിട്ടോ ആയിഷ, 6 ദിർഹം ഇന്ന സ്ഥലത്തിരിക്കുന്ന ആയിഷ എടുത്തിട്ട് ഓടിവാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിപ്പോയി 6 ദിർഹം എടുത്തുകൊണ്ട് വന്നു. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. കൈ വെച്ചിട്ടിരുന്ന് കരയാ. 6 ദിർഹം തന്റെ കയ്യിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂൽ 6-7 ദിർഹം കയ്യിൽ വെച്ചിട്ടിരുന്ന് കരയാ. ആയിഷ ബീബി ചോദിച്ചു, എന്തിനാ നബിയെ കരയണേ? ആയിഷ, ഇതെന്റെ വീട്ടിലിരിക്കുമ്പോ ഞാൻ മരിച്ചാ പോയില്ലേ ആയിഷ, ഈ 6 ദിർഹം എന്റെ കയ്യിലിരിക്കണ സമയത്താ ഞാൻ മരിക്കണതെങ്കിൽ അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെടില്ലല്ലോ. പെട്ടെന്ന് ആർക്കെങ്കിലും കൊണ്ട് സദക്ക ചെയ്യുന്ന നബി മുഹമ്മദ് മുസ്തഫ 6 ദിർഹം കയ്യിലിരുന്നതും കൊടുത്തു. 6 ദിർഹം തന്റെ കയ്യിലിരുന്ന അതും കൊടുത്ത്, അതും സദക്ക കൊടുത്തിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ പ്രവാചകന്റെ വഫാത്ത് എങ്ങനായിരുന്നെന്നറിയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിച്ചാ പോരാ. റബീഉൽ അവ്വൽ 12 അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് ആയിഷ ബീവി ഫാത്തിമ ബീവി 2 പേരും മാത്രമേ ഉള്ളൂ. 2 പേരും വീടിനകത്തിരുന്ന് കരയ. റസൂലുള്ള പെട്ടെന്ന് രോഗം ഇട്ട് കൂടി.
പെട്ടെന്ന് രോഗം ഇങ്ങനെ കൂടിയിട്ട് കിടക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ട് ചെറുപ്പക്കാരികളായ രണ്ട് പെണ്ണുങ്ങൾ അപ്പുറത്തിപ്പുറത്തുനിന്ന് കരയാ. ആ സമയത്താണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതില് തുറക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതില് തുറക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, എഴുന്നേക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ബോധം തന്നെ ഇല്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറഞ്ഞു. അപ്പോഴും ഫാത്തിമ ഇതുപോലെ വിളിച്ചു പറഞ്ഞു. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ വാതിലും തുറക്കുവോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ആരാമോളെ, സലാം പറയുന്നത് ആരാമോളെ, ഒന്ന് നോക്കാൻ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിലൂടെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വഫാ ആരാണെന്നറിയില്ല, ഈ നാട്ടുകാരനല്ല, കണ്ടിട്ട് പേടി തോന്നുന്നു. വഫാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വാതിലൊന്ന് തുറക്കുവോ ഫാത്തിമ, വാതിലൊന്ന് തുറക്കുവോ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാതിൽ തുറക്കുമ്പോ കടന്നു വരുന്നത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അസ്റായീലേ, എന്നെ കാണാൻ വന്നതാണോ, വെറുതെ വന്നതാണോ? യാ റസൂലല്ലാഹ്, റൂഹ് പിടിക്കാൻ വന്നതാ നബിയേ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ ലോകത്തിന്റെ നേതാവിന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായിലിനെ കണ്ടിട്ട് പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ സ്വർഗത്തിന്റെ റാഡിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും പേടിച്ചു പോയെങ്കില്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പോലും പേടിച്ചു പോയെങ്കിൽ, അല്ലാഹുവേ നമ്മുടെ മുന്നിൽ വരുവല്ലോ. എങ്ങനാ ഉപ്പാ വരുന്നത്, എങ്ങനാ പെങ്ങളെ വരുന്നത്? റസൂലുള്ള പറയുന്നു, അസ്റായിലേ റൂഹ് പിടിച്ചോ, അസ്റായിലേ റൂഹ് പിടിച്ചോ. മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ തുടങ്ങി. കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിനെ താകാ കഴിയുന്നില്ല. ചാടി എഴുന്നേൽക്കുന്നു, പിന്നെയും കിടക്കുന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. കൈ ഇങ്ങനെ ഇടുല്ലാഹുവേ, വല്ലാത്ത വേദനയാ. റസൂലുള്ള പറയുന്നു, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീൽ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായീൽ. അസ്റായീൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരവിയേ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ യാ റസൂലല്ലാഹ്, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, ഇന്നെന്റെ കൈ വിറയ്ക്കുന്ന നബിയേ. ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല നബിയേ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടന്ന് പുളയുകയാണ്. ആയിഷ ബീബി ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്ത് തന്നെ മടിയിൽ വെക്കുകയാണ്. എന്നിട്ട് വെള്ളം ഇങ്ങനെ വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ വിയർത്ത മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. ഫാത്തിമ ബീവി കയ്യും കാലും ഇങ്ങനെ തടകി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അവസാനം അരവര റൂഹ് പിടിച്ചു. റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ മടിയിലാണ് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ 18 വയസ്സുള്ളതെന്റെ പ്രിയപ്പെട്ട ഭാര്യ, 18 വയസ്സാണെന്ന് ആയിഷ ബീവിക്ക്. അല്ലാഹുവേ, ആ 18 വയസ്സുള്ള പെണ്ണിങ്ങനെ റസൂലുള്ളാഹിന്റെ വിയർപ്പിങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ. പെങ്ങളെ, പ്രസവ വേദനയല്ല പെങ്ങളെ, പ്രസവ വേദനയല്ല പൊന്നുമോളെ,
മരണത്തിന് വല്ലാത്ത വേദനയായിഷ. ആയിഷ പ്രസവിച്ചിട്ടില്ല. ആയിഷ ബീവി പ്രസവ വേദന അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തയ്യാറെടുക്കണേ ആയിഷ, മരണവേദന കുറച്ചു തരാൻ പടച്ചവരോട് നീ എപ്പോഴും ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ 18 വയസ്സുകാരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. റൂഹ് പിടിച്ചരയുടെ ഭാഗമെത്തി. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ തലവച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിൽ ഇങ്ങനെ തലവച്ചിരിക്കുകയാ. ആ സമയത്താണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരുന്നത്. ആയിഷ ബീവിയുടെ കൂടെ പുറപ്പാട് വീടിനകത്തേക്ക് കയറി വരികയാണ്. റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ ഇരുന്നിട്ട് ആ ചെറുപ്പക്കാരനായ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ഒരു മിസ്വാക്ക് ഇരിപ്പുണ്ട്. ആയിഷ ബീവിക്ക് മനസ്സിലായി, അല്ലാഹുവിന്റെ റസൂല് നോക്കുന്നത് എന്തിനാണ്, തന്റെ ഭർത്താവ് നോക്കുന്നത് എന്തിനാണെന്ന് 18 വയസ്സുള്ള ഭാര്യക്ക് തിരിഞ്ഞു. പെങ്ങളെ നിനക്ക് തിരിയുമോ, പൊന്നുമോളെ നിനക്ക് തിരിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് മനസ്സിലായി. ആ മിസ്വാക്ക് വാങ്ങിയിട്ട് റസൂലുള്ളാഹിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. പക്ഷേ പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല. സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല ആ മിസ്വാക്ക് എടുത്തിട്ട് തന്റെ പല്ലിൽ ഇങ്ങനെ വെച്ചിട്ട് ചവയ്ക്കുകയാ. ആയിഷ ബീവി തന്റെ പല്ലിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവേ ആ മിസ്വാക്ക് ഇങ്ങനെ ചവയ്ക്കുകയാണ്. എന്നിട്ട് ഉമ്മ തന്റെ കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ ലോകത്തിന്റെ നേതാവിനെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ മാറിടത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മഹദി ആയിഷ അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ മഹാനായ ഉസാമ അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തു മകനായ ഉസാമ റളിയല്ലാഹു തആല വീട്ടിലേക്ക് കേറി വരികയാ. വീടിനകത്തേക്ക് കേറി വരികയാ. ആ സമയത്ത് റസൂലുള്ളാഹിയുടെ കൈ ചലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചലിക്കുകയാണ്. മിസ്വാക്ക് ചെയ്യാൻ പോലും ഉയരാത്ത കൈ ഇങ്ങനെ ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് 2 കൈയും ഇങ്ങനെ ചെറുതായിട്ട് ഉയർത്തിയിട്ട് തന്റെ വളർത്തു മകനോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്ന ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യൂ ഉസാമോ. അല്ലാഹുവിന്റെ മരണവേദന കുറച്ചു തരാൻ അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാ, ദുആ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി ആംഗ്യം കാണിച്ചു പോയെങ്കിൽ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. വഅദിന്റെ സദസ്സിലാണോ, പിരിയുന്ന വഴിയിലാണോ, കിടന്നുറങ്ങുന്ന വീട്ടിലാണോ, എവിടെ വെച്ചാണെന്നറിയില്ല, എപ്പോഴാ വരുന്നതെന്നറിയില്ല. നമ്മുടെ മരണം എങ്ങനെയാണെന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മലക്കുൽ മൗത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കുന്ന എത്രയോ മയ്യത്ത് കുളിപ്പിച്ചവരാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര വലിയ പാവികളാണ്. രാവിലെ കണ്ണ് തുറന്നത് മുതൽ ഇന്നത്തെ ഈ സമയം വരെ കണ്ണുകൊണ്ട് കണ്ടത് മുഴുവനും പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് മുഴുവനും പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് മുഴുവനും പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് മുഴുവനും പാപമാണ്, കാലുകൊണ്ട് നടന്നത് മുഴുവനും പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഓരോ ദിവസവും കോടാരി കോടി അപരാധം ചെയ്ത കൊടുംപാവികളായ ഞാനും നിങ്ങളും ഇന്ന് രാത്രിയാണ് മരിച്ചു പോകുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മരണത്തെ കുറിച്ചൊന്ന് ചിന്തിക്കടേ, നമ്മുടെ മരണവേദനയെ കുറിച്ചൊന്ന് ചിന്തിക്കടേ. അർഹമുറഹീമായ അല്ലാഹ്, കരുണയുള്ള റബ്ബേ, നീ ഞങ്ങളുടെ മരണം എളുപ്പമാക്കടേ അല്ലോ. ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരടേ അല്ലോ. കിടപ്പിൽ കിടന്ന് മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ശുദ്ധമായ ഖുർആൻ പറയുകയാണ്, 2 അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങൾ. 2ാമത്തെ പരീക്ഷണം വൽജൂ, അല്ലാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാണ്.
അള്ളാഹു പട്ടിണി കൊടുക്കുകയാണ്, അള്ളാഹു പട്ടിണി കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആരാണ്? ഈ പ്രപഞ്ചത്തിൽ നമ്മളാരുമല്ല പട്ടിണി കിടന്നത്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. മുസ്ലിമായതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പ്രവാചകനെയും തന്റെ അനുചരന്മാരെയും ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചരിവില് അള്ളാഹുവിന്റെ റസൂല് സഹാബത്ത് അവിടെ പട്ടിണി കിടന്നത് 3 വർഷമായിരുന്നല്ലോ. 3 കൊല്ലമാണ് പട്ടിണി കിടന്നത്. അവസാനം തിന്നാന് ഭക്ഷണമില്ലാതെ പച്ചില പറിച്ചിട്ട് തിന്നുകയാണ്. നമ്മുടെ വീട്ടിലെ ആടുണ്ടല്ലോ, ഈ ഇല തിന്നിട്ട് ആട് കാസിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകനും അനുചരന്മാരും ആട് കാസിക്കുന്നത് പോലെ, മൃഗങ്ങള് കാസിക്കുന്നത് പോലെ കാസിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, സഹാബത്ത് പറയുന്നുണ്ട്, ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുക്കളുണ്ടല്ലോ, ഇലയുടെ മുകളിലൂടെ നടന്നുപോയ പുഴുക്കളെ പോലും വിശപ്പ് കാരണം ഞങ്ങളടുത്ത് കടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് അള്ളാന്റെ റസൂല് ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയ കാലത്താണെങ്കിൽ റസൂലുള്ള വഫാത്താകുന്ന 63-ാമത്തെ വയസ്സിലാ. 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുന്ന പ്രവാചകര് റബീഉൽ അവ്വൽ 12-നാണ് വിട പറഞ്ഞത്. ആ വിട പറയുന്നതിന്റെ 11-ാമത്തെ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 11 വഫാത്താകുന്നതിന്റെ തലേ ദിവസം വൈകുന്നേര സമയമായി വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീബി മാറി നിന്ന് കരയുകയാണ്. കാരണം വിളക്കിനകത്ത് ഒഴിക്കാനുള്ള എണ്ണയില്ല. അള്ളാന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം റസൂലുള്ളാഹിയുടെ വീടിനകത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല. മാറി നിന്ന് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകരോട് എണ്ണയില്ലെന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീബി നിന്ന് കരയുകയാണ്. വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അവിടെന്ന് ചോദിച്ചു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? എന്തേ വിളക്ക് കത്തിക്കാത്തത്? റസൂലുള്ളാഹിയുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ആയിഷ ബീബി പറയുന്നു, യാ റസൂലല്ലാഹ്, എണ്ണയില്ല നബിയേ, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് അവിടെ കിടന്ന് ചിരിക്കുന്ന മുഖത്തോട് അവിടെന്ന് പറയുന്നു, അൽഹംദുലില്ലാഹ്, തന്റെ വീടിനകത്ത് വിളക്കിനകത്ത് ഒഴിക്കാനുള്ള എണ്ണ പോലും ഇല്ലെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് പറയുന്നത് അൽഹംദുലില്ലാഹ്, അത്രയ്ക്ക് പട്ടിണിയായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്തേക്ക്, ആയിഷ ബീബിയുടെ വീടിനകത്തേക്ക് ഒരു ദിവസം അള്ളാന്റെ റസൂല് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ വിശക്കുന്നു, ആയിഷ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിഷ, എനിക്കെന്തെങ്കിലും ഒന്ന് തിന്നാ തരുവോ ആയിഷ? ആയിഷ ബീബി നിന്ന് കരയുകയാണ്. ആയിഷ ബീബി നിന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂലിന് മനസ്സിലായി വീടിനകത്തൊന്നുമില്ലെന്ന് മനസ്സിലായി. റസൂലുള്ള ചോദിക്കും, കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുമോ ആയിഷ? കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുമോ? ആയിഷ ബീബി പൊട്ടിക്കരയുകയാണ്. കുടിക്കാൻ വെള്ളം പോലുമില്ലാത്ത ഒരു വീടിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക പെങ്ങള്. ഏതെങ്കിലും ഒരു വീട്ടിൽ കുടിക്കാൻ പച്ചവെള്ളമില്ലാത്ത വീടുണ്ടാകുമോ പൊന്നുമോള്? ആയിഷ ബീബി കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, കരയല്ലേ ആയിഷ, ഇന്ന് ഞാൻ നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. ആയിഷ ബീബി പറയുകയാണ്, ലൗകാന ഇന്ധനാ ദുഹിനന്, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിനകത്ത് പൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടല്ലോ, അതെങ്ങാണം എന്റെ വീടിനകത്തുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു സഹാബാ.
കുടിക്കാര് പച്ചവെള്ളം പോലും ഇല്ലാത്ത വീടിനെ കുറിച്ചൊന്ന് ചിന്തിക്കട്. അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ഒരു നേരം പോലും പട്ടിണി കിടക്കാൻ കഴിവില്ലാത്തവരല്ലേ നമ്മള്. പട്ടിണിയെ കുറിച്ച് എല്ലാവരും പറയും, റസൂലുള്ളയും സഹാബത്തും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കിട്ട് നടന്നെന്ന് പറഞ്ഞോ. നമ്മുടെ മക്കള് ചോദിക്കും, കല്ല് കെട്ടി വെച്ചാ വിശപ്പ് മാറുമോ? ഇത്രക്കൊക്കെ പട്ടിണി ഉണ്ടാകുമോ? എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂൽ ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരികയോ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിലൂടെ റസൂലുള്ള പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ഫാത്തിമയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചലാട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് വല്ലാത്ത കരച്ചലാട്. റസൂലുള്ള വീട്ടിലേക്ക് കയറിയിട്ട് അവിടെന്ന് പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്ക് പൊന്നുമോള്, മക്കൾക്ക് പാല് കൊടുക്ക് പൊന്നുമോള്. പാല് കിട്ടാതെ രണ്ട് മക്കളും കിടന്ന് കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകര് പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞു. സഹാബത്തിനോട് നസീഹത്ത് നടത്തുകയാ. അപ്പോഴും വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. റസൂലുള്ള വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ. കരച്ചല് തീരുന്നില്ല. മൂന്നാമതും വിളിച്ചു പറഞ്ഞു, കരച്ചില് തീരുന്നില്ല. റസൂലുള്ളാഹിന് ദേഷ്യം തോന്നി. പെട്ടെന്ന് സഹാബത്തിന്റെ ഇടയിൽ നിന്നിറങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ, ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ? നിന്റെ പൊന്നു മക്കള് കിടന്ന് വിശന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ലാതെ പോയോ? ആയിതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല രണ്ട് കൈയും ഇങ്ങനെ മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ടിരുന്ന് കരയുകയാണ്. തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് ചെന്നിട്ട് തന്റെ പൊന്നുമോളുടെ തലയിൽ കൈവച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ പൊന്നുമോളെ കരയുന്നത്? ഇത് സീരിയലിന്റെ കഥയല്ല, ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ല. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ വീടിന്റെ അവസ്ഥയാ. എന്തേ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കാത്തതുണ്ട് ഫാത്തിമ? ഫാത്തിമ ബീബി കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ. എന്റെ മക്കൾക്ക് ഞാൻ പാല് കൊടുക്കുമ്പോ എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു വാപ്പാ. അല്ലാഹുവേ, പട്ടിണി കിടന്ന് പച്ചവെള്ളം കുടിച്ചിട്ട് അവസാനം അതുമില്ലാതെ പടച്ചവരെ പാല് പറ്റിയിട്ട് മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് പൊന്നുമോളൊരു വാപ്പയോട് പറയുമ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ. രണ്ട് പിഞ്ചമക്കള് പട്ടിണി കിടന്ന് കരയുന്നു. തന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ താടിരോമം നിറയ്ക്കാൻ തുടങ്ങി, കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. വീടിനകത്ത് നിന്നിറങ്ങുകയാ. ഒരു വാപ്പയാണല്ലോ റസൂലുള്ളാഹ് വീടിനകത്ത് നിന്നിറങ്ങുകയാണ്. മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ഒരുപാട് ദൂരം നടന്നു. അവസാനം ഒരു അറാബിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അറാബിക്കറിയില്ല ഈ വരുന്നത് ലോകത്തിന്റെ നേതാവാണെന്ന മനുഷ്യനറിയില്ല. അത്രയും ദൂരം അല്ലാന്റെ റസൂല് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അറാബിയോട് ചോദിച്ചു, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുമോ? അറാബി പറയുകയാ, ഈ കാണുന്ന കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് എന്റെ ഈന്തപ്പന മരങ്ങള് നനച്ചാ 3 കാരക്ക ഞാൻ കൂലി തരാ. ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക തരാ. അള്ളാന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി തൊട്ടിയും കൈരമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് വെള്ളം കോരുകയാണ്. വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരങ്ങള് നനയ്ക്കുകയാണ്. 3 തൊട്ടി വെള്ളം കോരി, 4ാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്,
കയറടിഞ്ഞിട്ട് തൊട്ടിക്കിണറ്റിൽ വീണുപോയി. കയറടിഞ്ഞിട്ട് തൊട്ടിക്കിണറ്റിൽ വീണുപോയി. അറാബിക്ക് ദേഷ്യം തോന്നി. തൊട്ടിക്കിണറ്റിലിട്ട ദേഷ്യം കാരണം ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തെ കാഞ്ഞടിച്ചു. റസൂലുള്ള മിണ്ടിയില്ല, പ്രവാചകന് ദേഷ്യപ്പെട്ടില്ല. കിണറ്റിന്റെ ചുവട്ടിൽ നിന്നിട്ട് കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുക്കുകയാ. പ്രവാചകന് തൊട്ടിയെടുത്തിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ചോദിച്ച്, എന്റെ കൂലി എന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ, എന്റെ കൂലി എന്ന് തരുവോ? അറാബി അത്ഭുതത്തോടെ നോക്കുകയാണ്. ഒന്ന് ദേഷ്യപ്പെടുന്നത് പോലുമില്ല. 9 കാരകയെടുത്ത് റസൂലുള്ളാഹിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. തന്നെ തല്ലിയ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുകയാ. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ലോകത്തിന്റെ നേതാവ് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് വിശന്ന് തളർന്നു കിടന്ന് കരയുന്ന 2 മക്കളെ എടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹിയുണ്ടല്ലോ കൊണ്ടുപോയ 9 കാരക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പൊളിച്ചിട്ട് തന്റെ മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, 9 കാരക്കയിൽ നിന്ന് റസൂലുള്ള പൊളിച്ചിട്ട് തന്റെ മക്കളുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആർത്തിയോടെ വലിച്ചു വാരി തിന്നുകയാ. മക്കള് 3-4 കടിച്ചോ. പിന്നെ ഉള്ളതാകെ 3 കാരക്കയാ. മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോള് ചേർത്ത് പിടിച്ചിട്ട് കയ്യിൽ കൊടുക്കുന്നു. ഫാത്തിമ, കഴിക്കുമോളെ, കഴിക്കുമോളെ. റസൂലുള്ള തലകുനിച്ച് വെച്ചിരിക്കുകയാ. കാരണം തല്ലിയതിന്റെ പാട് മുഖത്ത് കിടക്കുന്നുണ്ട്. തന്റെ പൊന്നുമോട് കാണണ്ടെന്ന് കരുതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തല താഴ്ത്തി പിടിക്കുമ്പോ ഫാത്തിമ ഉപ്പാന്റെ മുഖം ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടുന്ന് ചോദിക്കുന്നു, വാപ്പാ ആരാ തല്ലിയത്? മുഖത്ത് കൈയുടെ പാട് കാണുന്നല്ലോ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഫാത്തിമ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിൽ വീണു പോയപ്പോ എന്റെ യജമാനൻ തല്ലിയതാ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് കയ്യിൽ വെച്ച് കൊടുത്ത 3 കാരക്ക വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ, കാരക്ക നമ്മൾ കാണുന്നവരാണല്ലോ. 9 കാരക്ക എത്രയുണ്ടാകും? 9 കാരക്ക എത്രയുണ്ടാകും? എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ലാഹുവിന് സ്നേഹമില്ലാത്തത് കൊണ്ടാണല്ലോ. സ്നേഹം കൂടിയത് കൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ വയറ്റത്തെ കല്ല് വെച്ചിട്ട് കെട്ടിയിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടന്നിട്ടുറക്കം വരാതെ എഴുന്നേറ്റ് നടന്നു പോകുന്ന റസൂലുള്ളാഹിയോട് ജിബ്രീൽ പറയുന്നു, നബിയേ ഇങ്ങനെ നടക്കല്ലേ നബിയേ, കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ, ഒന്നനുവാദം തരുവോ? 7 കിലോമീറ്റർ ഉള്ള ഉഹദ് മല കാണിച്ചു കൊടുത്തിട്ട് 7 കിലോമീറ്റർ നീളമുള്ള ഉഹദ് മല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നബിയേ സ്വർണമാക്കി തരാ, നബിയേ സ്വർണമാക്കി തരാ, കൊണ്ട് നടക്കണ്ട നബിയേ, കൂടെ വരും നബിയേ, എവിടെ പോയാലും ഈ മല ഇങ്ങനെ പുറകിൽ നടന്നു വരും നബിയേ, സ്വർണമാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജിബ്രീലേ എനിക്ക് വേണ്ട ജിബ്രീൽ, എനിക്കൊരു പാവപ്പെട്ടവനെ പോലെ ജീവിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ മരിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ നാളെ പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരു പട്ടിണി നീ അനുഭവിച്ചിട്ടുണ്ടോ? നിന്റെ വീടിനകത്ത് ഇതുപോലെ ഒരു പട്ടിണി നീ അനുഭവിച്ചിട്ടില്ല. ഇതിന്റെ 4-1 പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അള്ളാഹു അങ്ങനെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗത്തിലിരുന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ്, മറക്കാതെ റബ്ബിനെ നന്ദി രേഖപ്പെടുത്തട്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ 2ാമത്തെ പരീക്ഷണം വൽജൂ, അള്ളാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ പട്ടിണി പട്ടിണി എന്ന് പറയാനേ അറിയോ, അനുഭവിച്ചിട്ടില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ സമയമായപ്പോ നിർത്താറായ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞ് ഇപ്പൊ ഇൻഷാ അല്ലാഹ് 50 എന്ത് വേണം, എന്ത് വേണം? ദുആ ചെയ്യാ, ദുആ ചെയ്യാ. ഇതപ്പോ പറയപ്പോ ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ പാലിക്കണം, വാക്ക് പറഞ്ഞാൽ പാലിക്കണം. ഒറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേരില നമ്മുടെ വാപ്പായ അള്ളാഹു അടിച്ചിറക്കി വിട്ടത്. നമ്മുടെ വാപ്പയെയും ഉമ്മയെയും ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്. ആ കാണുന്ന മരത്തിന്ന് പഴം തിന്നില്ല. വാപ്പായും ഉമ്മയും കൂടെ പോയി രണ്ടിനെയും പുറത്താക്കി, ഊടുതുണി പോലും കൊടുത്തില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താപ്പാ? ഇപ്പൊ എന്ത് വേണം നിങ്ങൾ പറ. എനിക്ക് ഈ 6 എണ്ണത്തിൽ 3 എണ്ണമെങ്കിലും പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ ഒന്നും കൂടെ പറയും. എന്ത് വേണം പറയണമെന്ന് ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്ക്. പൈസ പിരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊക്കണം. പൈസ ഞാൻ ചോദിക്കും, അപ്പോഴിതുപോലെ ഒന്ന് പൊക്കണം ഇൻഷാ അല്ലാഹ് കേട്ടാ. കൊടുക്കൂലേ? അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയാ. നിനക്കെന്ത്? പെണ്ണുങ്ങൾ മനുഷ്യന്മാരെ വയലൊന്നും വേണ്ട, ഒരു മനുഷ്യനെ നന്നാകാൻ മരിച്ച വീട്ടിൽ പോയാൽ മതി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ച വീട്ടിൽ പോകുമ്പോഴേ ഒറ്റ ഒന്ന് കാര്യം നോക്കിയാൽ മതി. മരിച്ചവന്റെ ഭാര്യ പറയണ ഒരൊറ്റ ഡയലോഗ് കേട്ടാൽ മതി. നിങ്ങളൊക്കെ മരിച്ചുപോയെന്ന് സങ്കല്പിക്കുക. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ, അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ, ഇപ്പോഴൊന്നും തീരൂല എന്നാ വിചാരിക്കണേ. ഞാൻ അപ്പുറത്തെ പള്ളി വന്നപ്പോ മരണത്തിന്റെ 3 അടയാളം പറഞ്ഞു തന്നായിരുന്നു. കേട്ടില്ലേ? 3 അടയാളം, ഒരു മനുഷ്യന്റെ മരണം എത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 3 അടയാളം. നിന്റെ താടിയിലെയോ തലയിലെയോ, നിന്റെ താടിയിലെയോ തലയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ മരണം അടുത്തു എന്ന് നബിയിന റസൂലുള്ളാഹി. നബിയിന റസൂലുള്ളാഹി നരക്ക, മുടിയും താടിയൊക്കെ നരക്ക മരണത്തിന്റെ അടയാളമാണ്. അപ്പൊ പലതും നരച്ചു കഴിഞ്ഞ് തയ്യാറെടുത്തോ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ, നീ മരിച്ച് വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ചിങ്ങനെ കടത്തിയിരിക്കുക. നിങ്ങളെ പറയണ്ട, എന്നെ പറയാം. ഇപ്പൊ ഞാൻ മരിച്ചു കിടക്ക, ഞാനിപ്പോ ഇങ്ങനെ വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ മരിച്ചുപോയി. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തേ മനുഷ്യ പേടി? എനിക്ക് പേടിയൊന്നുമില്ല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് ഒരു ആംബുലൻസ് വിളിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നാളെ വീട്ടിൽ ഭയങ്കര തിരക്കാ. എന്റെ വീട്ടിൽ വലിയ തിരക്കാ. എന്നെ കാണാൻ വരെയല്ല എല്ലാരും. അർച്ചനെ അപ്പൊ ഇങ്ങനെ വീട്ടിൽ എന്റെ ഉമ്മ നിന്ന് കരയണം, കൂടപ്പുറപ്പ് കരയണം, എല്ലാരും കരയാ. അവസാനം ഇങ്ങനെ കുളിപ്പിച്ച് കടത്തുമ്പോ എന്റെ ഭാര്യ സുമയ്യ, അള്ളാ എന്റെ മോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാ. കരയുമ്പോ ഇവള് പറയണൊരു വാക്കുണ്ട്. എന്താ പറയാ? ഞാൻ എന്റെ കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ചിന്തിച്ചാൽ മതി. എന്താ പറയാ? പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തല്ല, കുറ്റപ്പെടുത്തല്ല. എന്താ പറയാ? അള്ളാഹു, ഇനി എന്റെ മക്കൾക്ക് ആരാ അള്ളാ ഉള്ളയും? ഓളപ്പോഴും ഓളുടെ കാര്യം നോക്കണേ. ഇനി എനിക്കും എന്റെ മക്കൾക്ക് ഇന്ന് വരെ ഈ മനുഷ്യനാ തിന്നാൻ തന്ന ഇങ്ങാര് പോയല്ലോ അള്ള, ഇനി ആരാ ഉള്ളയും? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതല്ലാതെ വേറെന്തെങ്കിലും പറയൂ? ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ പറയുമെന്ന് പ്രതീക്ഷയുമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.